കേരളത്തിൽ ഇതെന്താ സംഭവിക്കുന്നത്? എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു പനിയൊക്കെ മാറി, റിപ്പോർട്ടും നോർമലായി, പക്ഷെ ചുമ മാത്രം അങ്ങോട്ട് മാറുന്നില്ല. എന്താണ് ഈ വിട്ടുമാറാത്ത ചുമ? ഇനി കോവിഡ് പോലെ വേറെന്തെങ്കിലും അസുഖമാണോ? ഇതുകൊണ്ട് ഇനി വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും? ഇത് മാറ്റിയെടുക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ പനിക്ക് ശേഷമുള്ള ചുമയാണ് നമ്മൾ പോസ്റ്റ് ഫീവർ കഫ് അഥവാ പോസ്റ്റ് വൈറൽ കഫ് എന്നാണ് പറയുന്നത്. ഇതുണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ എയർവേ ഇൻഫ്ലമേഷൻ. നമ്മുടെ ശ്വാസനാളം അഥവാ എയർവേക്ക് മ്യൂക്കസ് കൊണ്ടുള്ള ലൈനിങ്. ഈ ലൈനിങ്ങിന് പനിയുടെ സമയത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാവുകയും ചെയ്യും. ചില ആളുകളിൽ പനി കഴിഞ്ഞാലും ഈ ഇൻഫ്ലമേഷനും ഹൈപ്പർ സെൻസിറ്റിവിറ്റിയും അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ചുമയുണ്ടാവും. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ പോസ്റ്റ് നേസൽ ഡ്രിപ്പിംഗ് ആണ്. പനിയുടെ സമയത്ത് നമ്മുടെ ബോഡിയിൽ എക്സസീവ് ആയിട്ടുള്ള മ്യൂക്കസ് സെക്രേഷൻ ഉണ്ടാകാറുണ്ട്. ചില സമയത്ത് പനി കഴിഞ്ഞാലും ഈ മ്യൂക്കസ് കുറച്ച് നമ്മുടെ ബോഡിയിൽ ബാക്കിയുണ്ടാവും. അത് നമ്മുടെ മൂക്കിൽ നിന്നും എയർവേയിലേക്ക് ഡ്രിപ്പ് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഡ്രിപ്പ് ആകുമ്പോഴത്തേക്കും നമ്മുടെ എയർവേയിൽ ഇറിറ്റേഷൻ ഉണ്ടാവുകയും അങ്ങനെ ചുമ ഉണ്ടാവുകയും ചെയ്യും. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഹൈപ്പർ റിയാക്റ്റീവ് ആയിട്ടുള്ള കഫ് റിസെപ്റ്റേഴ്സ് ആണ്. നമ്മുടെയൊക്കെ എയർവേയിൽ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കുറേ കഫ് റിസെപ്റ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ എന്തെങ്കിലും ഫുഡ് നമ്മുടെ തൊണ്ടയിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ ചുമക്കുന്നത്. സോ ചില ആളുകളിൽ പനി കഴിഞ്ഞാൽ ഈ കഫ് റിസെപ്റ്റേഴ്സ് ഹൈപ്പർ റിയാക്റ്റീവ് ആവും. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടായാൽ അപ്പം തന്നെ ചുമയ്ക്കാൻ പറ്റും. നാലാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഇൻഫെക്ഷൻസ് ഓർ ഇറിറ്റൻസ് ആണ്. ഓൾറെഡി പനി കഴിയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ച് വീക്കായിട്ടും അതുകൊണ്ട് തന്നെ ചെറിയൊരു മൈൽഡ് ഇൻഫെക്ഷൻ ഉണ്ടായാലോ അതേപോലെ ചെറിയൊരു ഇറിറ്റൻ്റ് ഉണ്ടായാലോ അപ്പം തന്നെ നമ്മുടെ ബോഡി ഹൈപ്പർ റിയാക്റ്റീവ് ആവുകയും ചുമയ്ക്കാൻ തുടങ്ങുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ. ഇനി എന്ത് ചെയ്താലും ഒന്ന് മാറ്റാൻ പറ്റുന്നത്? യൂഷ്വലി ഇങ്ങനെ ഉണ്ടാകുന്ന ചുമ ഒരു 3 to 8 വീക്സ് വരെ ലാസ്റ്റ് ചെയ്യാറുള്ളൂ. കുറച്ച് ഹോം റെമഡീസ് വെച്ച് തന്നെ നമുക്കിത് കുറേ കൺട്രോൾ ചെയ്യാൻ പറ്റും. നന്നായിട്ട് ചൂടുവെള്ളം കുടിക്കുക, ഉപ്പുവെള്ളം വെച്ച് ഗാർഗിൾ ചെയ്യുക, തണുത്ത ആഹാര പദാർത്ഥങ്ങളെല്ലാം ഒഴിവാക്കുക, അധികമായിട്ടുള്ള വോയിസ് എക്സർഷൻസും ഒഴിവാക്കുക. 2 മാസത്തിന് ശേഷവും ഈ ചുമ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യേണ്ടതാണ്. സോ എപ്പോഴും ചുമച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സംഖ്യനെ ഇവിടെ മെൻഷൻ ചെയ്യുക, ഇത് അയച്ചു കൊടുക്കുക. പനി മാറിയാലും വിട്ടുമാറാത്ത ക്ഷീണം അഥവാ പോസ്റ്റ് വൈറൽ ഫറ്റീഗ് സിൻഡ്രോം എന്താണെന്ന് അറിയാം എങ്കിൽ ഫീവർ എന്ന് കമൻറ്റ് ചെയ്യുക. സോ stay healthy, stay curious, see you in next video.